വിഷയം. ഞാൻ മോനിൽ നിന്ന് വിളിച്ചു പോയി, പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്ത് മോൻ അത് വിഷയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ സിജോ, മോളായാലും മോനായാലും ഒരു പ്രശ്നമില്ല സിജോ. മോനും മോളും ഒക്കെ ഒരേപോലെ അല്ലേ സിജോ? നീയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടും സിജോ? നിനക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നിനക്ക് എന്ത് പറ്റി സിജോ? നീ സീരിയസ് ആയിട്ട് നിന്നെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വയം ഒരു വിലയിരുത്തൽ ഭയങ്കര അത്യാവശ്യം. ഒരു പക്ഷേ എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞ സമയത്ത് തന്നെ ഈ ഒരു സംഗതി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഒരു പ്രാവശ്യം ഈ എൻ്റെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ 100% എനിക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഓക്കെ, ഈ ഒരു വിഷയം നീയും അനന്തും തമ്മിലുള്ളതാണ്, നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ട സാധനത്തിനൊക്കെ ഇടപെട്ട് മോണിറ്റൈസേഷൻ ആസ്പെക്റ്റ് എന്ന് വെച്ചോ. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ അതിൻ്റെ റവന്യൂ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 2 വർത്തമാനം പറയാമെന്നുള്ളുണ്ട്. തെറിയുന്നല്ല കേട്ടോ, ഇത് അനന്തും നീയും തമ്മിലാണ്. അനന്തുവിൻ്റെ അച്ഛനെയും പാരൻസിനെ പറഞ്ഞു, അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ. റിപ്ലൈയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി എന്താ അതിൻ്റെ അടുത്ത റിപ്ലൈ ഉണ്ടാവുമെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്ന ആളാണ് സിജോ. ഒരുപാട് പിന്നെ പല പല കാര്യങ്ങളിലും വളരെ നന്നായി സംസാരിക്കാൻ അറിയാം, സുമുഖനാണ്, പിന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും എൻഡ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. പഴയ റിയാക്ഷൻ വീഡിയോ അങ്ങനെ നീ ബിഗ് ബോസിൽ വന്നു, വളരെ സ്വപ്നം കണ്ട് നീ വന്നു. ഒരുപാട് ഞാനൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു നിന്നെ. അൺഫോർച്ചുനേറ്റ് ആയിട്ട് റോക്കി നിൻ്റെ അടിച്ചും കവിള് മുഖം പൊട്ടിച്ചു, ഭയങ്കര വിഷമം തോന്നിപ്പോയി. നിൻ്റെ ക്ഷമ, നീ അവനോട് ക്ഷമിച്ചിട്ടുള്ളതിന് ആദ്യം ദേഷ്യം വന്ന ആളാണ്. പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി നീ കറക്റ്റാണ് ചെയ്തിട്ടുള്ളത്. കാരണം ക്ഷമ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിൻ്റെ തോന്നി. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ഈ അനന്തുവിൻ്റെ വിഷയം കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം നിന്നെ സ്റ്റേജിൽ കാണുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച് തോന്നി. കാരണം വെച്ചാൽ ആദ്യത്തെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ആ സമയത്ത്. നിൻ്റെ മുഖം കാര്യങ്ങളും ആലോചിച്ചിട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നിൻ്റെ അച്ഛനും അമ്മയും, ഇതെന്തുകൊണ്ട് അച്ഛനും അമ്മയും പറയണം, അച്ഛനും അമ്മയ്ക്ക് പറയില്ല കേട്ടോ, ദയവേത് പിന്നെ തെറ്റിദ്ധരിക്കരുത്. നിൻ്റെ അമ്മയും അച്ഛനും അതിനുള്ളിൽ വന്ന സമയത്തേ നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിൻ്റെ അമ്മ കണ്ടിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് കരയണം കണ്ടപ്പോൾ ഇപ്പോഴും അത് ഓർമ്മ ഉണ്ട്. പിന്നെ അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റും മിമിക്രി കാര്യങ്ങളൊക്കെ വളരെ നിഷ്കളങ്ക കാര്യങ്ങൾ അച്ഛൻ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതും അതേമാതിരി ആ മിമിക്രിയുടെ സംഭവം കാണിക്കുന്നതും ഈ സംഗതികളൊക്കെ അതൊക്കെ കൂടിയിട്ട് നിൻ്റെ അച്ഛനങ്ങനെ നല്ലൊരു ഓർമ്മ, നല്ലൊരു കുടുംബം, നല്ലൊരു അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു മോൻ. ഈ ഒരു കണ്ടീഷനിലാണ് സിജോ നീ ഉള്ളത്. നിനക്ക് എന്ത് പറ്റി? നീ എന്തൊരാവശ്യത്തിനാണ് അനന്തുവിൻ്റെ അച്ഛനെ പറഞ്ഞത്? നീ അനന്തു എന്ന ആളെ വിട്. നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണം ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ പരസ്പരം നീ ആ ട്രോളിയിട്ടാണ് ഈ സംഗതി തുടങ്ങി, മോന് മോളെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഫൈൻ. ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുള്ളൊരു സംഭവത്തിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പലരും പല എക്സ്റ്റൻ്റായിട്ട് പോകുന്നുണ്ട്. ചില ടീം തെറി പറയാൻ വേണ്ടി മാത്രം ക്യാമറയും മൈക്ക് കൊടുത്തിരിക്കുന്നവരുണ്ട്. വായെന്ന് വീണ് വെറും തെറിയാണ്, പച്ചത്തെറിയാണ്, വേറെ ഒരു തേങ്ങാപ്പിണ്ണാക്കും ഇവർക്ക് അറിയില്ല. അതുപോലെ അല്ലല്ലോ സിജോ നീ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ നിൻ്റെ കയ്യിൽ നിന്ന് എന്താ നിനക്ക് പറ്റിയെന്നുള്ള അറിയില്ല. പൈതൃകത്തെ പറയുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് പല പൈതൃകം ഇതൊക്കെ പറഞ്ഞ് നിനക്ക് മര്യാദക്കുള്ളൊരു തന്തയില്ല, നിനക്ക് നിനക്ക് അച്ഛനില്ല, നിൻ്റെ അച്ഛന് ക്വാളിറ്റി ഇല്ല അല്ലേ? നിനക്ക് പല അച്ഛന്മാരാണ് ഉള്ളത്. ഇത് എന്തിനാ ഈ ഒരു ടോണ് പിടിച്ചു പോകുന്നത്? അങ്ങനെ അല്ലല്ലോ സിജോ ഈ ഒരു പരിപാടി ചെയ്തിരുന്നത്. എന്തെങ്കിലും ആശയപരമായിട്ട് സംഭവം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തിരിച്ചതാക്കുക, ട്രോളാക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാം. ഒരു വ്യക്തിയോട് ഇതൊക്കെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയണം, നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് റിപ്പീറ്റേഷൻ ആയിരിക്കും. പക്ഷെ എന്നാലും ഈ സിജോ ഈ വീഡിയോ കാണുമെന്നുള്ളതല്ല. സിജോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് കാണാം, മനസ്സിലായില്ലേ? ആ ഒരൊറ്റ കാര്യം ഒഴിവാക്കിയിട്ട് 1-to-1 ആയിട്ട് സംസാരിച്ച് തീർക്കല്ലേ ഇതിൻ്റെത്. ഈ വീഡിയോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലൊരാളായിട്ട് തന്നെ അല്ല കേട്ടോ. പക്ഷേ ഈ ചങ്ങായിൻ്റെ ജേണി സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ടും ബിഗ് ബോസിൽ വന്നതുകൊണ്ടും അത് കഴിഞ്ഞുകൊണ്ടൊക്കെ ഇവൻ്റെ ജേണി കണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അനന്തുവിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ പോലെ ആരെ പോലെ നമ്മൾ ഈ പിക്ചർ തന്നെ അല്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം, അനന്തുവിനെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നുള്ള സംഗതി, ആ സംഭവം നിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പുകയുണ്ട്. ഇത് ഈ ഒരു ഈഗോ അടിച്ചിട്ടും നീറി പുകഞ്ഞിട്ടും ഏതെങ്കിലും ഒരു സമയത്ത് ഉപ്പുമുളകിൻ്റെ കേസിൽ അവർ കേസിൽ കിട്ടിയ സമയത്ത് ആ സമയത്താണ് ഇത് നിൻ്റെ വായന്ന് വന്നിട്ടുള്ളത്. അപ്പം നിൻ്റെ മനസ്സിലുള്ള ഈ അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള അനന്തു ലീവ് ദാറ്റ് പേഴ്സൺ അല്ലോണം, ആ ഒരു വ്യക്തിയല്ലോ. അതുപോലെ ഒരു ആളോട് നിൻ്റെ മനസ്സ് കിടക്കുന്നുള്ള ആ ഒരു വിഷം, നിൻ്റെ ദേഷ്യം ഞാൻ പറഞ്ഞു കേട്ടോ, ആ വ്യക്തിയോടുള്ള ദേഷ്യമാണ് നീ ആ സമയത്ത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അത് നീ ചിരിച്ചും കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളെങ്കിലും നിൻ്റെ ഉള്ളിൽ എത്രത്തോളം ദേഷ്യം സംഭവം ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാവും. വേണ്ടായിരുന്നു, സീരിയസ്ലി ഈ ഒരു സംഭവം നിനക്ക് കാര്യമായിട്ട് ഒഴിവാക്കായിരുന്നു. കാരണം പൈതൃകത്തിനെ പറ്റി അതൊന്നും ശരിയല്ല. ഇനി വേറൊരു ടോപ്പിക് ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയണം വിചാരിച്ചിട്ടില്ല, പക്ഷെ പെട്ടെന്ന് വന്നു പോയൊരു സംഭവമാണ്. നിനക്ക് ബിഗ് ബോസ് എന്ന് കിട്ടിയൊരു സംഭവമാണ്
മോന്തക്കടി മാത്രമല്ല, അത് ഞാനൊരു ഇതിൽ പറഞ്ഞുള്ളൂ. നിനക്ക് ബിഗ് ബോസ് നിന്ന് കിട്ടിയ സംഭവമാണ് നിൻ്റെ ഇപ്പോഴത്തെ വളരെ ഉറ്റ കൂട്ടുകാരൻ സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ അല്ലേ. സായിയും ഭയങ്കര ക്ലോസ് ആണ്, നിങ്ങൾ തമ്മിൽ അത്രയും എനിക്ക് തോന്നുന്നു അത്രയും കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ വളരെ നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഈ വിഷയങ്ങളപ്പോൾ ഈ ഇവനായിട്ട് ഞാൻ പിന്നെ കൂട്ടിക്കുഴക്കല്ലോ കേട്ടോ, പിന്നെ യാതൊരു കയ്യും ഇല്ല സായി ഇതിലൊരു കക്ഷിയല്ല, ഇനിയിപ്പോൾ എന്തിനാ അതിനെ വലിച്ചിടുന്നു ചോദിക്കേണ്ട ആൾക്കാർ. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ തോന്നി, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. നോക്കിടാ, നീ പിന്നെ ഈ ചങ്ങായിനോട് ഇവനെ നീ കാണുന്നുണ്ടാവുമല്ലോ, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ ചങ്ങായി എത്രയോ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 10,000 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവനെ വിമർശിച്ചിട്ടുണ്ട്. ആകെ 2-3 പ്രാവശ്യം കമൻറ്റിലല്ലാതെ മോശമായിട്ടുള്ള ഒരു സംഗതി ഇവൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. സായിൻ്റെ കേസിൻ്റെ അടുത്ത് പറയണേ, ഇതുവരെ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞാൽ അറിയാലോ, ഓനെ പിന്നെ എടുത്തു കൊടുക്കാത്ത ആൾക്കാരെ ഓനെതിരെ പറയാത്തവരെ ഉണ്ടായിരിക്കും എനിക്ക് തോന്നില്ല. ഒരു പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെ പോലും ഇതുപോലെ വന്നിട്ട് തെറി പറയലോ ഒക്കെ, ഒരാളെ പോലും ആ ചങ്ങായി ഇതുവരെ, ഞാൻ ഇവൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനി എന്നുള്ളതുകൊണ്ട് മാത്രം കേട്ടോ, അറ്റ്ലീസ്റ്റ് എനിക്ക് ഓനോടെങ്കിലും ഡിസ്കസ് ചെയ്യായിരുന്നു, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവനെൻ്റെ ആൾക്കാരുടെ എന്താ ഞാൻ തോന്നില്ലേ അറിയില്ല, ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യില്ല. ആരും എനിക്ക് ഈ ബുദ്ധി പറഞ്ഞിട്ടുണ്ടായില്ല. ഇതുവരെ ഇത്രയും കാലമായിട്ട് സംസാരിച്ചിട്ടും ഓൻ ഒരാളുടെ പോലും തന്തയ്ക്ക് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്, അത് ഈ അഡ്രസ്സ് ഇല്ലാത്ത ടീമിനാണ്. പക്ഷേ വീഡിയോയിലൂടെ മറ്റുള്ള ക്രിയേറ്ററെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ അവൻ്റെ പേരെടുത്തരാൻ കാരണം വേണ്ടതാണ്, അവൻ ഒരാളും അല്ല. പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ, അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണല്ലോ വളരെ ക്ലോസ് ആയിട്ടുള്ളത്. എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ല. സീരിയസ്ലി ഇറ്റ്സ് ടൈം ഫോർ യു ടു റീതിങ്ക്. നീ നിന്നെക്കുറിച്ച് സീരിയസ് ആയിട്ട് റീതിങ്ക് ചെയ്യണം. ഇത് ശരി, ഇതല്ല നിൻ്റെ ഈ ഒരു സ്റ്റൈൽ എന്നതല്ല. ആ ഒരു വീഡിയോയിൽ മുഴുവൻ കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് ഇവൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിനക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. കുറേയൊക്കെ നമ്മൾ അതും കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന വ്യൂവേഴ്സ് നമ്മളെ അടിയിൽ വന്നിട്ട് ഇതൊന്നും PR നടക്കണ്ട, അതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കാണുന്ന സമയത്ത് തോന്നിപ്പോവും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രം എനിക്കുണ്ട്. ഇത് പറയാൻ ഞാൻ ആരുമല്ല. ഇപ്പം നിനക്ക് തോന്നുമായിരിക്കാം ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ എന്തിനാ വന്ന് പറയുന്നത്, നിനക്ക് മോണിറ്റൈസേഷൻ. സത്യം ശരിയാണ്, കോണ്ടന്റ് തന്നെയാണ് സംഭവം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നു, അത് വേണ്ട, ഞാൻ പറഞ്ഞ് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ സത്യം പറഞ്ഞത് ആദ്യം കണ്ട സമയത്ത് ചേട്ടാ പറ്റ മോശമായി പോയുള്ളത്. ദേഷ്യമല്ല അവിടെ വന്നിട്ടുള്ളത്, ദേഷ്യം വന്നു കേട്ടോ സ്വാഭാവികമായിട്ട്, എന്തിനാണ് വന്നത്. പക്ഷേ ആ ദേഷ്യത്തിനേക്കാളും കൂടുതൽ വന്നാൽ എന്താ അറിയോ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാര്യം എന്താ അറിയോ, ഇതിനുള്ള മറുപടി ഒരാളും കൊടുത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിൻ്റെ മനസ്സാക്ഷിനെ എനിക്ക് തന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ അനന്തോ അല്ലെങ്കിൽ അനന്തുവിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നവരോ അനന്തുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ, ഫർഗെറ്റ് അനന്തു, ഏതൊരു വ്യക്തി, അതുപോലെ ബാക്കിയുള്ളവരൊക്കെ നിനക്ക് അതിനുള്ള മറുപടി തരുന്നേക്കാളും കൂടുതൽ നിനക്ക് സ്വയം നിനക്ക് ഈ മറുപടി ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നീ തന്നെ അതിൽ നോക്കി പറഞ്ഞിട്ടുണ്ടാവും, സിജോ ഞാൻ എന്തിനാണ് ഈ വർത്തമാനം പറഞ്ഞത്, സിജോ എന്തിനാണ് ഈ വർത്തമാനം പറഞ്ഞതെന്നുള്ളത്. വളരെ മോശമായിപ്പോയി. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉള്ളൂ. വേറെ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം വിചാരിച്ചിരുന്നു. ഇതിലൊരു വസ്തുവില്ല, ഇത് നിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതിന് നിനക്ക് ലീസ്റ്റായിട്ട് നിനക്ക് മിനിമം അല്ലെങ്കിൽ മാക്സിമം നിനക്ക് ആകെ ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ ആ ചങ്ങായിനെ വിളിച്ചിട്ട് സോറി പറഞ്ഞിട്ട് ഓനായിട്ടുള്ള പ്രശ്നം തീർക്കുക. അതായത് അനന്തുവിനായിട്ട് പ്രശ്നം തീർക്കല്ല ഞാൻ പറഞ്ഞത്, ആ പേരൻസിനെ പറഞ്ഞു അവൻ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ള അടുത്ത അവൻ്റെ വിഷയം. പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ, ഓൾ യു ഹാവ് ടു ഡു വെരി സിമ്പിൾ, സേ സോറി ഫോർ ദിസ് തിങ്. പേരൻസിനെ ഇൻവോൾവ് ചെയ്തില്ല. അച്ഛന് ക്വാളിറ്റി ഇല്ല, പല അച്ഛന്മാർ നിനക്ക് അച്ഛനില്ല ഈ രീതി എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മയോടാണ് നീ പറഞ്ഞത്, തന്തക്കല്ല വിളിച്ചത്. ആ അമ്മ ആ ഒരു സ്ത്രീകളൊക്കെ എന്ത് പഠിച്ചോടാ, നിൻ്റെ അമ്മേനെ പറഞ്ഞാൽ നിനക്ക് സഹിക്കൂടാ. ഇത് ചിന്തിക്കണ്ടേ? ഇത് കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ ഭഗവാനെ. അല്ലെങ്കിൽ സ്വയം തോന്നില്ലേ എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൂമെൻറ്റ് എന്താ പറയുക, ചിലപ്പോൾ ആ ഒരു ഹീറ്റിൽ ചിലപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊരിക്കലും ലൈവല്ല, അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് എഡിറ്റ് ചെയ്ത് വിടുന്നതല്ലേ. ഒക്കെ ചിന്തിച്ചൂടെ? റെക്കോർഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒന്നും കൂടി കേൾക്കണ സ്വഭാവം. ഇതൊന്നും നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, ഒരാവശ്യമില്ല. നിന്നൊന്നും ഒരിക്കലും നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല. നമ്മളൊക്കെ ചെറിയ ക്രിയേറ്റേഴ്സ് നിൻ്റെ മുന്നിൽ. നീ കുറേ കാലങ്ങളായിട്ട് ഫസ്റ്റ് ചാനൽ, സെക്കൻഡ് ചാനൽ, 2.0 വ്ളോഗും എല്ലാ മേഖലയിലും മുന്നോട്ട് തന്നെ പോവും വേണം. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സെൽഫ് കറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പറഞ്ഞു തരാൻ ഞാൻ ആരുമല്ല, എന്നാലും ഞാൻ സിജോ നിന്നോട് പറയടാ, നീ ദയവ് ചെയ്ത് ഇതിൽ നീ കറക്റ്റ് ചെയ്തിട്ട് ആ അമ്മേനോട് അച്ഛനേക്കാളും കൂടുതൽ ഇവൻ്റെ അനന്തുവിൻ്റെ നീ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതെന്താ അതിൻ്റെ ബാക്ക് കൂടി നടന്നിട്ടുള്ള നിങ്ങൾ വിളിച്ചില്ലേ ഇനി അടുത്ത വീഡിയോ ഇട്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത്ര മാത്രം പറയുന്നു. അത്
അത് കറക്റ്റ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോകുന്നല്ല എന്നല്ല പറയണത്, നിനക്കെന്നെ അത് തീർത്താ ഇതാവും. ഇപ്പം തന്നെ ഈ അതിനുള്ളിൽ വിഷമിക്കുണ്ടാവും എന്നുള്ളത് അറിയാം, പക്ഷേ അത് ശരിയല്ല. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ളൂ. ബോറം വീഡിയോ ആയി അറിയില്ല. ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം.